ഹായ്. ഹലോ. ലിൻഡ, നമ്മുടെ ഈ മനസ്സിനെ വേദനിപ്പിക്കാൻ പറ്റിയ ഒരു വലിയൊരു ആയുധമുണ്ട് നമ്മുടെ കയ്യിൽ. എന്താന്ന് അത് നമുക്ക് വാക്കുകളൊക്കെ ആയിരിക്കും, ഓരോരുത്തർ പറയുന്ന വാക്കുകളൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് കിട്ടാവും. ഈ വാക്കുകൾ, ചില വാക്കുകൾ നമുക്ക് നല്ല ഒരു ഉന്മേഷം തരുന്ന വാക്കുകൾ, സന്തോഷം തരുന്ന വാക്കുകൾ, പോസിറ്റീവായിട്ട്. പക്ഷെ കൂടുതലും ആൾക്കാർ ഉപയോഗിക്കുന്നത് മറ്റുള്ളവരെ തളർത്താൻ. എങ്ങനെ ഇന്നുണ്ടല്ലോ ഭൂരിപക്ഷ ആൾക്കാരും നമ്മളെ തളർത്താൻ വേണ്ടി ഇരിക്കുന്നവരാണ്. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ പോലും നമ്മളെ തളർത്തണം. അവരത്ര ഇവിടെ ഉയർന്നു പോവണ്ട, അല്ലെങ്കിൽ അവരങ്ങനെ അങ്ങോട്ട് ആവണ്ട എന്നുള്ള ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് നമ്മുടേതായ ബന്ധം സൂക്ഷിച്ചിട്ട്, അതായത് നമ്മുടെ അത്രയും ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ബന്ധങ്ങളുണ്ടാവും. ചിലപ്പോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവാം, സിസ്റ്ററും ബ്രദർ ആവാം, പല ബന്ധങ്ങളും, ഫ്രണ്ട്ഷിപ്പ് ആവാം, മക്കളിൽ കൂടെ ആവാം. അവരുടെ ഒരു ചെറിയൊരു വാക്ക്, നമ്മള് പ്രതീക്ഷിക്കാത്ത വാക്കുകൾ വരുമ്പോ ഈ പാരന്റ്സിനൊക്കെ ഇങ്ങനെ മക്കള് പറഞ്ഞു നിങ്ങൾ എനിക്ക് ശല്യാണ്, ഒന്ന് ഇറങ്ങി പോയി വീട്ടിൽ നിന്ന്, അതൊക്കെ പറയുമ്പോ ഒരിക്കലും അത് സഹിക്കാൻ പറ്റുന്ന വാക്കുകളല്ല. നമ്മൾ എന്നിട്ട് ആ വാക്ക് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു സോറി പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല. ആ വേദന ഒരു കാര്യമേ അവിടെ പറ്റില്ല. എന്ന് വെച്ചാൽ ഒരു അമ്മ കുട്ടീനെ വളർത്തുന്നത് എല്ലാം സഹിച്ചിട്ടാണ് ഒരു കുട്ടീനെ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അമ്മ മാത്രല്ല അപ്പനും. അതെ. അപ്പൊ അവർക്കൊക്കെ ഒരു വാക്ക് മക്കള് തിരിച്ചു പറയാ, അല്ലെങ്കിൽ വേറെ വലിയൊരു ഇഷ്ടപ്പെടാത്തത് പറയുകയാണെങ്കിൽ. അതുപോലെ ഈ ഭർത്താക്കന്മാര് നമ്മളിങ്ങനെ പറയണ കേട്ടിട്ടുണ്ട്, ഭാര്യമാരുടെ അടുത്ത്, ജോലിക്ക് പോകാത്ത ഭാര്യമാരുടെ അടുത്ത് നിങ്ങൾ എന്റെ ചെലവിലാണ് ജീവിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഒരിക്കലും നമുക്ക് മനസ്സിന്ന് അത് പോവില്ല അല്ലെ. നമ്മൾ അത്രയും സ്നേഹിച്ച് അവരുടെ ഏത് കഷ്ടപ്പാടും ദുരിതത്തിലും എല്ലാം കൂടെ നിൽക്കണ ആൾക്കാരുടെ അടുത്ത് പെട്ടെന്ന് നീ ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ പറ്റും, അല്ലെങ്കിൽ നീ ഒരു ശല്യാണ്, ഒന്ന് മാറി നിൽക്ക് എന്നുള്ള ചില വാക്കുകളുണ്ടല്ലോ നമ്മുടെ മനസ്സിനെ മുറിപ്പെടുത്തും. അത് പിന്നെ അത് അവര് പിന്നെ തിരിച്ചെത്ര നമ്മൾ സ്നേഹിച്ചാലും ആ ഒരു വാക്ക് നമ്മുടെ മുറിവ് മാഞ്ഞു പോവില്ല. എത്ര കൂട്ടിച്ചേർക്കാന്ന് വിചാരിച്ചാൽ അത് ചേരുന്നില്ല. പിന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങോട്ട് പല ബന്ധങ്ങളിലെയും അകലിച്ച വരുത്താൻ ഈ വാക്കുകളുണ്ട്. അത് ചെറിയൊരു പ്രശ്നമാവും. നമ്മുടെ ആവില്ല, നമ്മളോട് സംസാരിക്കുന്ന ആളുടെ ആവില്ല പ്രശ്നം, വേറൊരാളുടെ പ്രശ്നം കൂടി നമ്മുടെയിലേക്ക് വരുമ്പോ എന്താ പറയാ, ആ ഒരു ബന്ധം ഇല്ലാണ്ടാവുക ചെയ്യുന്നത്. പിന്നെ നമ്മൾ എത്ര ശ്രമിച്ചാലും ആ ബന്ധത്തിന് അത്ര ഒരു തീഷ്ണത കിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ ഒരു സ്നേഹ സംഭാഷണമായി തീർക്കുക. നമ്മൾ പറയുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് ഒരു ഉന്മേഷം അല്ലെങ്കിൽ ഊർജം അല്ലെങ്കിൽ സന്തോഷം കൊടുക്കുന്ന വാക്കുകൾ പറയാൻ ശ്രമിക്കുക. വാക്കുകളിൽ കൂടെയെങ്കിലും ഒരു സ്നേഹം പ്രകടിപ്പിക്കുക. അല്ലാതെ ഒന്നും കൊടുത്തിട്ട് ഇന്നത്തെ കാലത്ത് ആർക്കും ആവശ്യം ഉണ്ടാവില്ല, എല്ലാവർക്കും കിട്ടണം തന്നെയാണ്. പക്ഷെ വാക്കുകളിൽ കൂടെ സന്തോഷം കൊടുക്കുമ്പോ അതിനൊരു പ്രത്യേക ഒരു സ്നേഹം വേറെ. അപ്പൊ വാക്കുകളൊക്കെ ഒന്ന് സൂക്ഷിച്ച് സംസാരിക്കാൻ, മറ്റുള്ളവരുടെ ഹൃദയത്തെ മുറിപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.